ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല സിറ്റുവേഷനിലും നമ്മൾ പ്രതികരിക്കാറുണ്ട്. നമ്മൾ വളരെ പല വിഷയങ്ങളോടും നമ്മൾ ശക്തമായിട്ട് പലപ്പോഴും പ്രതികരിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ ശരിക്കും റെസ്പോണ്ട് ചെയ്യുവാണോ അതോ റിയാക്റ്റ് ചെയ്യുവാണോ? എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ വരുന്ന സമയത്ത് പല സിറ്റുവേഷൻസിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ പ്രതികരിക്കാറുണ്ട്. നമ്മൾ ആൾക്കാരോട് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാറുണ്ട്. ചിലപ്പം അതിര് കടന്നു പോകാറുണ്ട്. നമ്മൾ ദിവസവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി റോഡിൽ വലിയ ബഹളങ്ങളുണ്ടാകുന്നു, അടിയുണ്ടാകുന്നു, ഇറങ്ങി വളരെ കായികമായിട്ട് ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യലാണോ അതോ റിയാക്റ്റ് ചെയ്യലാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? റെസ്പോണ്ട് ചെയ്യൽ എന്താണ്? റിയാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പലപ്പോഴും നമുക്ക് കൂടുതൽ ആൾക്കാർക്കും ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. അതായത് നമ്മൾ ഒരു വിഷയം നമ്മൾ കേൾക്കുന്നു, അതിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ തിരിച്ച് യാതൊരു ചിന്തയില്ലാതെ ഒരു സെക്കൻഡിൻ്റെ പോലും ഗ്യാപ്പ് കൊടുക്കാതെ തിരിച്ച് അന്നേരം തന്നെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നതിനാണ് റിയാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ റിയാക്ഷൻ പലപ്പോഴും അതിര് കടക്കുന്നു. അന്നേരം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർ അതിനേക്കാളും വലിയ ശക്തമായ ഭാഷയെ തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നു. ഇത് വേറൊരു തലത്തിലേക്ക് പലപ്പോഴും കയറിപ്പോകുന്നു. അത് എപ്പോഴും പറയപ്പെടുന്നത് നമ്മൾ റിയാക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയും. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിഷയം നമ്മളുടെ മുമ്പിൽ വന്നു, അതിനോട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ആലോചിച്ച് പ്രതികരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ അന്നേരം പ്രതികരിക്കേണ്ടതാണോ അതോ കുറച്ച് കഴിഞ്ഞ് പ്രതികരിക്കേണ്ടതാണോ അതോ പ്രതികരിക്കുകയേ വേണ്ടാത്തതാണോ എന്ന് തീരുമാനിച്ച് ആലോചിച്ച് തിരിച്ച് പ്രതികരിക്കുന്നതിനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാരും റെസ്പോണ്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, റിയാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വിഷയം വന്നു, ഓൺ ദ സ്പോട്ടിൽ ഒരാൾ ചീത്ത വിളിക്കുന്നു, അങ്ങേ സൈഡിൽ അതിനപ്പുറം വിളിക്കുന്നു. നമ്മൾ റോഡിലൊക്കെ മിക്കവാറും കാണുന്ന കാഴ്ചകളല്ലേ. വളരെ എല്ലാ ആൾക്കാരും ഡ്രൈവ് ചെയ്യുമ്പം അറിയാതെ ധാരാളം മിസ്റ്റേക്കുകൾ നടത്താറുണ്ട്. നമ്മളെല്ലാം അറിയാതെ മിസ്റ്റേക്കുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. റോഡ് ഡ്രൈവിങ്ങിലുമൊക്കെ വീടുകളിൽ സംഭവിക്കാറുണ്ട്, ഓഫീസുകളിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ റോഡിലിറങ്ങിയാൽ നിത്യം സംഭവിക്കാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും അറിയാതെയാണ് ഡ്രൈവിങ്ങിനിടയിൽ ചിലപ്പം പല മിസ്റ്റേക്കുകളും സംഭവിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചീത്ത വിളിക്കുന്ന കാണാൻ പറ്റും. ഉടനെ ചീത്ത കേട്ടയാൾ അതിനേക്കാളും വലിയ ശക്തമായിട്ട് തിരിച്ചു വിളിക്കുന്ന കാണാൻ പറ്റും. ഇതിനെയാണ് റിയാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുമുണ്ട്. ആ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം അന്നേരം നമ്മൾ വായി വരുന്ന വിളിച്ചു പറയുന്നു, അവരും തിരിച്ച് അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് നമ്മൾ തിരിച്ചു വിളിക്കുന്നു. ഒരാൾ പറയുന്നതിനേക്കാളും അതിശക്തമായിട്ട് തിരിച്ച് പറയുന്നു. ഇതാണ് പലപ്പോഴും വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അതേ സ്ഥാനത്ത് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിനും നമ്മുടെ നാക്കിനും ഇടയ്ക്കൊരു ഫിൽട്ടർ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളതിനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം അറിഞ്ഞു, ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതിനോട് പ്രതികരിക്കണോ അല്ല ഇപ്പോൾ പ്രതികരിക്കണോ അല്ലെ കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയോ, അല്ലെങ്കിൽ പ്രതികരിക്കുകയേ വേണ്ടാത്ത ചില കാര്യങ്ങളായിരിക്കും, പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. ഇത് ആലോചിച്ച് ഉറപ്പിച്ച് തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ടതാണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നു. ഈ കൺട്രോൾ ഉള്ളതിനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാതെ പോകും, അല്ലെങ്കിൽ ഒഴിവായി പോകും. റിയാക്റ്റ് ചെയ്യുമ്പോഴത്തേനാണ് ഇത് വല്ലാത്ത ലെവലിലേക്ക് പോവുകയും അത് വല്ലാത്ത കോംപ്ലിക്കേഷനിലേക്ക്, ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യം വലിയ ലെവലിലേക്ക് വളരുന്നതിൻ്റെ പ്രധാന കാര്യം രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ റിയാക്റ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം ഏറ്റവും എളുപ്പമായൊരു മാർഗം ഒരുപക്ഷെ ഓപ്പോസിറ്റ് അനാവശ്യമായിട്ട്, അതായത് നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യം, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, സോറി പറയുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ, വളരെ ലളിതം. കാരണം മിസ്റ്റേക്കുകൾ മനുഷ്യ സഹജമാണ്, ആർക്കും സംഭവിക്കാം. അത് സംഭവിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിന് നമ്മൾ സോറി പറയുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാവുന്നത്. സപ്പോസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല
എങ്കിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറില്ല, ധാരാളം ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, അവൻ വന്ന് വെറുതെ വന്ന് ചൂടാകുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അവൻ വന്ന് ചൂടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ പുറത്ത് ഒരു കൺട്രോളും ഇല്ല, അയാളാണ് നമ്മളെ കൺട്രോൾ ചെയ്തെന്നല്ലേ. അതായത് അദ്ദേഹം പറഞ്ഞപ്പം ഞാൻ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹം വന്നയാൾ നമ്മളെ ഈസി ആയിട്ട് നിയന്ത്രിക്കുന്നു, അല്ലെ നമ്മളുടെ മൂഡ് കളയുന്നതും ഒക്കെ ഏതൊരു നിസ്സാരനായ വേറൊരാൾ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, അവനങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അവനങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുക എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം നമ്മളല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് പറയുന്ന ആ ഒരു ആൾക്കാരാണ് കൂടുതലും നമ്മൾ ഒരു മച്ചുവേർഡ് ലെവലെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ റോഡിലൊക്കെ ഉണ്ടാകുന്ന പല ഇഷ്യൂസും ഇതിൽ നിന്നുണ്ടാകുന്നതല്ലേ, പല വഴക്കുകളും വീടുകളിലുണ്ടാകുന്നതും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഈ ഇമ്പൾസായിട്ട്, അതായത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് അന്നേരം വരുന്ന പ്രശ്നങ്ങൾ അന്നേരം തന്നെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നതിനകത്തുനിന്നുണ്ടാകുന്നതാണ്. പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ആലോചിക്കാതെ, കാരണം നമ്മുടെ ബ്രെയിനിനും നമ്മുടെ നാക്കിനും ഇടയ്ക്ക് ഒരു ഫിൽട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്ത് ആവശ്യമുണ്ടോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ, പിന്നീട് പറഞ്ഞാൽ മതി, അതോ പറയാതെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. പല ആൾക്കാരും റോഡിലൊക്കെ വെച്ച് ചൂടാകുന്ന സമയത്ത്, കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഒരാൾ റോഡിൽ വെച്ച് ചൂടാകുകയാണെങ്കിൽ പിന്നെ നമ്മളതിന് പ്രതികരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. കാരണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, സോറി പറയാം. നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഒരാൾ റോഡിൽ നിന്ന് ചൂടാകുകയാണെങ്കിൽ എന്തിനതിന് നമ്മൾ തിരിച്ച് അതിന് റെസ്പോണ്ട് ചെയ്യണം, അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലയെന്ന് അറിയാവുന്നിടത്തോളം കാലം അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷേ ഈ കൺട്രോൾ നമുക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരാൾ ചൂടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണിഷ്മെൻറ്റ്, അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളും അതുപോലെ തന്നെ അല്ല അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ച് മറുപടി പറയും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആ മറുപടിക്കുള്ള വീണ്ടും അടുത്ത ഉത്തരവായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ കൂടുതൽ അദ്ദേഹം അപ്സെറ്റ് ആവുകയുള്ളൂ. അതായത് അദ്ദേഹം നമ്മളെ ചീത്ത വിളിക്കുമ്പം നമ്മൾ തിരിച്ച് അതുപോലെ ചീത്ത വിളിക്കുകയും അതിന് മറുപടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരാളോട് നമ്മൾ തിരിച്ച് ചീത്ത വിളിക്കാതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക. അതായത് ഒരുപക്ഷെ പലപ്പോഴും പല ആൾക്കാരും ഒരു അകാരണമായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ ഒരാൾ റോഡ് സൈഡിലോ എവിടെയെങ്കിലും വെച്ച് ഒരാൾ ചൂടാകുന്നുണ്ട്, പല റീസൺസ് കൊണ്ടുണ്ടാവും. ഈവൻ നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യം കുറഞ്ഞാൽ പോലും നമ്മൾ ഭ്രാന്തനെ പോലെ ആകുമെന്ന് പറയും. അപ്പോൾ അതുപോലെ ചില മൂലകങ്ങൾ കുറഞ്ഞാൽ പോലും ഒരാളുണ്ടാകും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം വന്നിരിക്കുന്നത്, വീട്ടിൽ ചിലപ്പോൾ രാവിലെ വൈഫുമായിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെയൊക്കെ ആ ലെവലിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കാനായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനല്ലല്ലോ അദ്ദേഹം ചൂടാകുന്നത്. കാരണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാന്ന് നമുക്കറിയാവുന്നിടത്തോളം കാലം അദ്ദേഹം ഒരാൾ ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ ആവശ്യമില്ലാതെ ഇദ്ദേഹം ചൂടാകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്നോർത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തോട് വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അപ്സെറ്റ് ആവുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് അങ്ങനെയാണ് തകർക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിനോട് ഈക്വലി തിരിച്ച് നമ്മൾ അതേ ടോണിൽ തന്നെ റിയാക്ട് ചെയ്ത് അതേ ഉടനെ അതിൻ്റെ ഇരട്ടി തിരിച്ചു പറഞ്ഞ് നമ്മുടെ ആ ഒരു സമയം കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ ആ ഒരു ദിവസം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പല ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും ഓഫീസിലും റോഡിലും ഒക്കെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പം നമ്മൾ ആ വിഷയത്തിനെ പ്രതികരിക്കണോ, ഇപ്പോൾ പ്രതികരിക്കണോ, അല്ലെ പ്രതികരിക്കുകയോ വേണ്ടയോ, വിടുകയാണോ ചെയ്യേണ്ടതെന്നുള്ളതിന് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നതിനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഹയർ ലെവലിലുള്ള ആരും തന്നെ ഒരു ഇതിലും ഹയർ ലെവലിലേക്ക് പോയിട്ടുള്ള മിക്കവാറും ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം, അവരൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നവരല്ല, കൂടുതൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. അവർ ആലോചിച്ച് ഉറപ്പിച്ച് പറയേണ്ടതാണെങ്കിൽ മാത്രം പറയും, അല്ലെങ്കിൽ അത് ഒഴിവാക്കും. കാരണം അതിനൊക്കെ ടിറ്റ് ഫോർ ടാറ്റായിട്ട് ഏതൊരു നിസ്സാര വ്യക്തിക്കും നമ്മളുടെ മൂഡ് കളയാനും നമ്മളെ അപ്സെറ്റാക്കാനും നമ്മളെ കൊണ്ട് തിരിച്ച് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പ്രതികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വീക്കായതുകൊണ്ടാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മൂഡും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ
പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പല വഴക്കുകളും പല റോഡിലുണ്ടാകുന്ന പല ഇഷ്യൂസും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പല ആൾക്കാർ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, ചില ആൾക്കാർ തല്ലാൻ ചെല്ലുന്നു, അല്ലെ നമ്മൾ ഫിസിക്കലായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ചെല്ലുന്നത് പലപ്പോഴും നമുക്ക് കൺട്രോൾ ഇല്ലാതെ പോകുമ്പോഴാണ്. നമുക്ക് കൺട്രോളുള്ള ഒരാളെ സംബന്ധിച്ച് ആരെങ്കിലും റോഡിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുന്നതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ പോകില്ല. പലപ്പോഴും നമ്മളിപ്പം പല ചർച്ചകളിലൊക്കെ പോലും നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടാകും, TV ചർച്ചകളാണ് പറയുന്നത്. ചർച്ചകൾക്ക് പകരം ചീത്ത വിളിയും വളരെ മോശമായി ചിലപ്പോൾ നേരിട്ട് എഴുന്നേറ്റ് നിന്ന് കൈകാര്യം ചെയ്യുന്ന തമ്മിൽ അടിക്കുന്ന ചില ചർച്ചകൾ വരെ കാണേണ്ട നമ്മൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാദിക്കാനോ നമുക്ക് പറയാനോ നമുക്ക് പോയിൻ്റ് ഇല്ലാതെ വരുമോ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ വിഷയങ്ങളോടും ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി മുതൽ റിയാക്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പരിധി വരെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. മാത്രമല്ല ഏതൊരു ആര് വിചാരിച്ചാലും നമ്മളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള ഒരു കൺട്രോൾ വേറൊരാളുടെ കയ്യിലായിരിക്കരുത്. നമ്മളെ മൂഡ് പൂർണ്ണമായ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മളെ അപ്സെറ്റ് ആക്കണമെന്ന് വേറൊരാൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൺട്രോളില്ലായ്മയാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇനി മുതൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്. ഓക്കെ, താങ്ക് യു.